സമയം ഇപ്പോൾ 6:45 ഇപ്പൊ ഞാൻ ഓടിയ കിലോമീറ്റർ 95 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഏണിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 550 രൂപയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത്. സാധാരണ 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിലാണെങ്കിൽ ഒരു 400-450 രൂപയൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. 550 രൂപ സ്വിഗ്ഗിയിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 120-125-130 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് ഓടേണ്ടി വരും. അപ്പം ആ കണക്കിന് കണക്കൂട്ടുന്ന സമയത്ത് ഒരു 30 കിലോമീറ്റർ എനിക്കിവിടെ ലാഭമുണ്ട്. ഇനി നമുക്കറിയില്ല, നമുക്ക് ഈ ട്രിപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കറക്റ്റ് ഏണിങ്സ് എത്രയാന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ടോട്ടൽ 7 ഓർഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി 6 ഓർഡറും കൂടെ വേണം നമുക്ക് 13 ഓർഡറിലേക്ക്. 13 ഓർഡർ അടിച്ചാലാണ് നമ്മുടെ ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് ആയിട്ടുള്ള 200 ഉറുപ്പ്യ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 6 ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 6:45 11 മണി വരെ നമുക്ക് ടൈമുണ്ട്. ഓൾമോസ്റ്റ് ഇനി നമുക്ക് 4 മണിക്കൂർ ടൈം ഉണ്ട്. ഓക്കെ, ആ 4 മണിക്കൂറിനുകൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്വിഗ്ഗി അപേക്ഷിച്ച് നോക്കുന്ന സമയത്തില്ലേ, നമുക്ക് ഇതാരാണ് റോങ് സൈഡ് കയറി വന്നിട്ട് റോങ് സൈഡ് കയറി വരികയും ചെയ്യും. എന്നാ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കി തരുകയില്ല. മനുഷ്യന് കണ്ണ് പോലും കാണുന്നില്ല. സ്വിഗ്ഗിയെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന് 25 രൂപയുടെ ഒരൊറ്റ ഓർഡർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 30, 40, 50, 80, 90, 100 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുകളിലോട്ടാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്വിഗ്ഗിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൊമാറ്റോയുടെ ഓർഡറിന്റെ വലിപ്പം കൂടുതലാണ്. അതിനനുസരിച്ച് ഓടാനും ഉണ്ട് കേട്ടോ. സ്വിഗ്ഗി ആണെന്നുണ്ടെങ്കിൽ 20, 25, 30, 20, 25,